നമസ്കാരം. പ്രധാന വാർത്തകളാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ സമരം അവസാനിപ്പിച്ച് CJP. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കും. ചട്ടങ്ങൾ പരിശോധിച്ച് നഷ്ടപരിഹാരം നൽകും. പരീക്ഷാ പരിഷ്കരണത്തിൽ 1 മാസത്തിനകം വീണ്ടും ചർച്ച. യുവാക്കളുടെ വികാരം മാനിക്കുന്നുവെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ. ദേശവിരുദ്ധ ശക്തികൾ സാഹചര്യം മുതലെടുക്കാതിരിക്കാനാണ് തന്റെ രാജിയെന്ന് പ്രധാൻ. പ്രവർത്തകരെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധിയും സോനം വാങ്ചുക്കും. ജന്തർ മന്ദറിൽ ആഹ്ലാദ പ്രകടനം. വീണ വിജയൻ CMRന് സേവനങ്ങൾ നൽകിയിട്ടില്ലെന്ന് ED MD ശശിധരൻ കർത്തയുടെ മൊഴി. വീണയ്ക്ക് പണം നൽകിയത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുപ്പം കാരണം. പുറത്തുവന്നത് 2024 നൽകിയ മൊഴി. കർത്തയുടെ മൊഴി സംബന്ധിച്ച വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് പിണറായി വിജയൻ. കേസ് തന്നിലേക്ക് എത്തിക്കാൻ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ്. ADGP MR അജിത് കുമാറിന് വീണ്ടും തിരിച്ചടി. പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ ADGP P വിജയന് ക്ലീൻ ചിറ്റ്. അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് സർക്കാർ തള്ളി. പുണ്യം പൂങ്കാവനം പദ്ധതി തുടരാൻ അനുമതി. KPCC അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. യുവനിരയ്ക്ക് പ്രാമുഖ്യം നൽകണമെന്ന് ഒരു വിഭാഗം. മാത്യു കൊഴുനാടൻ, ഷാഫി പറമ്പിൽ, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള പേരുകളും പട്ടികയിൽ. കോർപ്പറേഷൻ ബോർഡ് വിഭജനം ചർച്ച ചെയ്യാൻ UDF ഏകോപന സമിതി ഈ മാസം 30-ന്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം. രാജ്യത്ത് കാലവർഷം ശക്തമാകുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴ കനക്കും. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി രൂക്ഷം. അസമിൽ മരണം 61. 7 ലക്ഷത്തോളം പേർ ദുരിതത്തിൽ. കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചത്. ജന്തർ മന്ദറിലെ സമരവേദിയിൽ ആഹ്ലാദ പ്രകടനമായിരുന്നു. രാജ്യത്തെ യുവാക്കളുടെ വികാരം മാനിക്കുന്നതായും സമരത്തിന്റെ പേരിൽ രാജ്യവിരുദ്ധ ശക്തികൾ നേട്ടമുണ്ടാക്കാതിരിക്കാനാണ് രാജിയെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ജന്തർ മന്ദിറിൽ പാറ്റകളും പാർലമെന്റിൽ പ്രതിപക്ഷവും പ്രക്ഷോഭം ശക്തമാക്കിയതോടെയാണ് ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. രാജി ഒഴിവാക്കി ചോദ്യപേപ്പർ ചോർച്ചയിൽ സ്വീകരിച്ച കടുത്ത നടപടികൾ വിശദീകരിച്ചുകൊണ്ട് അനുനയത്തിന് ശ്രമിച്ചെങ്കിലും സമരവീര്യം അവസാനിക്കില്ലെന്ന് വ്യക്തമായതോടെയാണ് സർക്കാർ നിർണായക തീരുമാനം കൈക്കൊണ്ടത്. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ മോദി സർക്കാരിൽ നിന്ന് ആദ്യമായാണ് സമരസമ്മർദ്ദത്തിൽ ഒരു മന്ത്രി രാജിവെക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാർത്ത എത്തിയതോടെ ജന്തർ മന്ദിറിലെ സമരവേദിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയമാണെന്ന് കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കണം. പാർലമെന്റ് മാർച്ചിലെ സംഘർഷത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്നും അഭിജിത് ദീപ്കെ ആവശ്യപ്പെട്ടു. पुलिस वालों ने पानी बंद कर दिया तब भी आप लोग बैठे रहे, खाना रोक दिया तब भी आप लोग बैठे रहे. आप लोगों की हिम्मत तोड़ने की बहुत कोशिश की, लेकिन आप लोगों की हिम्मत टूटी नहीं. യുവാക്കളുടെ വികാരം മാനിക്കുന്നതായും ജന്തർ മന്ദിറിലെ സമരത്തിന്റെ പേരിൽ രാജ്യവിരുദ്ധ ശക്തികൾ നേട്ടമുണ്ടാക്കാതിരിക്കാനുമാണ് രാജി സമർപ്പിച്ചതെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. 4 പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണത്തിനായി താൻ പ്രവർത്തിക്കുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടിയാണ് രാജി തീരുമാനമെന്നും വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിദ്യാഭ്യാസ സമ്പ്രദായം പുനർനിർമ്മിക്കുന്നതിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജനാധിപത്യത്തെയും ഭരണഘടനയും തങ്ങളുടെ ഭാവിയെയും സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ ഓരോ യുവാക്കൾക്കും ഓരോ വിദ്യാർത്ഥിക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്നും രാഹുൽ പറഞ്ഞു. Well done. It's also a signal to other parts of society, farmers, laborers, poor people, anybody who this regime is attacking and oppressing. There is wisdom and courage in standing up. Daro mat, let's get rid of this regime that is attacking India, destroying our constitution, capturing all our institutions. Let me remind the government, there is still 2 demands outstanding. The first one and most important one,
anybody who has raised a finger on our students, beaten them, shot at them, has to be held accountable. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി യുവത്വത്തിന്റെ വിജയമെന്നും രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. രാജ്യവ്യാപകമായി സമരം നടത്തിയവരുടെ വിജയമാണിതെന്നും പ്രിയങ്ക പറഞ്ഞു. I am so proud of each one of them who has gone and stood there. They have done it exactly in the way that Mahatma Gandhi taught us. They have done it non-violently. Pellet guns were fired at them. Tear gas was fired at them. They were beaten with lathis. They had injuries, serious injuries, but they did not bend. The government had to bend to their will. And that is a lesson for every ruler of this country from now to forever. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ പ്രതികരണം. पैनिक नहीं करना है, ऐसे ही आराम से बैठे रहिए. आएंगे 500 रुपए की चड्डी वाले गुंडे आएंगे. इन चड्डी वालों को डरना नहीं है. यहाँ पर हम ऐसे ही शांति से बैठे रहेंगे. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് കാരണമായത് ചെറുപ്പക്കാരുടെ മുന്നേറ്റമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് ഉള്ളവരല്ല എന്ന മനോഭാവമായിരുന്നു സർക്കാരിന്. ഇത് മോദി സർക്കാരിന്റെ വീഴ്ചയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാനത് കണ്ടില്ല, അതുകൊണ്ടാണ് വാർത്ത വന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഈ സർക്കാർ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് പറ്റിയിരിക്കുന്ന ആദ്യത്തെ വീഴ്ചയാണ് ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ രാജിവെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുമില്ല എന്ന നിലയിലെത്തിയപ്പോഴാണ് വൈകിയെങ്കിലും രാജിയുണ്ടായത്. പോരാട്ടവും ആത്മധൈര്യവും ഉയർത്തിയ ഇന്ത്യൻ യുവത്വത്തിന് ബിഗ് സല്യൂട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കോഴിക്കോട് AIYF AISF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും മിഠായി വിതരണവും നടത്തി. ഡൽഹിയിലേത് അഭിമാനാർഹമായ വിജയമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ജനങ്ങളുടെ ഇടപെടലിന്റെ വലിയൊരു വിജയമാണിത്. കർഷക സമരം പോലെ തന്നെ അഭിമാനിക്കാവുന്ന നേട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. യുവജന വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രത്തിൽ അഭിമാനാർഹമായ ഒരു പുതിയ അധ്യായം തന്നെ എഴുതി ചേർത്തുകൊണ്ടാണ് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നഗ്നമായ അഴിമതിയും കെടുകാര്യസ്ഥതയും അതിനെ തുടർന്ന് 22 പിഞ്ചു കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത, എൻ്റെയൊക്കെ മക്കളാകേണ്ട പ്രായത്തിൽപ്പെട്ടവർ ആത്മഹത്യ ചെയ്ത ദുരന്തത്തെ തുടർന്ന് വിദ്യാർത്ഥികളും യുവാക്കളും ജനങ്ങളും മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ CMRL കമ്പനിക്ക് സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് ശശിധരൻ കർത്തയുടെ മൊഴി പുറത്ത്. പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പം കാരണമാണ് തുക നൽകിയത് എന്നാണ് കർത്തയുടെ മൊഴിയിൽ പറയുന്നത്. 2024 ഏപ്രിൽ 17 ED രേഖപ്പെടുത്തിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കേസുമായി സഹകരിക്കുന്നുണ്ട് എന്നും മറ്റൊന്നും പറയാനില്ലെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് ബന്ധിപ്പിക്കുന്നതാണ് ശശിധരൻ കർത്തയുടെ പുറത്തുവന്ന മൊഴി. പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും കമ്പനിക്കും പണം നൽകിയതെന്ന് കർത്ത പറയുന്നു. വീണയോ എക്സാലോജിക്കോ CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും കർത്ത വ്യക്തമാക്കുന്നതായി ED റിപ്പോർട്ട് പറയുന്നു. 2014-15 കാലഘട്ടത്തിൽ നഷ്ടത്തിലായിരുന്ന എക്സാലോജിക് കമ്പനി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് CMRLുമായി കരാറിൽ ഏർപ്പെടാൻ കഴിഞ്ഞത്. 2017 മുതൽ 2020 വരെയുള്ള സമയത്ത് ഏകദേശം 2.78 കോടി രൂപയാണ് വീണയ്ക്കും എക്സാലോജിക്കിനുമായി CMRL നൽകിയത്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം കൈമാറിയതെന്ന് ED കണ്ടെത്തിയിരുന്നു. സേവനങ്ങളൊന്നും നൽകിയിരുന്നില്ലെന്ന കാര്യം വീണ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന കാര്യവും ED റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പോൾ പുറത്തുവന്ന ശശിധരൻ കർത്തയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്കില്ലെന്ന് വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പറഞ്ഞു.
എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കർത്തയുടെ ഒരു മൊഴി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പണം നൽകിയത് ഇൻവോയ്സ് പോലും ഇല്ലാതെ നൽകിയിട്ടുണ്ട്. പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് മൊഴിയിലുള്ളത്. അറിയില്ല, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും. സേവനം നൽകിയിട്ടില്ല, പിണറായി വിജയനുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ അത് നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. കേസുമായി സഹകരിച്ചാണ് പോകുന്നത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാർത്തയുടെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ HDFC ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി ആകെ 18.36 കോടി രൂപയാണ് ED മരവിപ്പിച്ചിരിക്കുന്നത്. 2024 ഏപ്രിൽ 17 ED രേഖപ്പെടുത്തിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തുവന്നത്. വളരെ ദുർബലമായ സാമ്പത്തിക അടിത്തറയിലാണ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രവർത്തിച്ചിരുന്നത്. ഇതിന്റെ സാമ്പത്തിക നിലനിൽപ്പ് പൂർണ്ണമായും CMRൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളെ ആശ്രയിച്ചാണെന്നും ED പറയുന്നു. ശശിധരൻ കർത്തയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ലോണും വീണയ്ക്ക് നൽകിയിരുന്നതെന്നും ശശിധരൻ കർത്തയുടെ മൊഴിയിലുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ ED തേടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. CMRL കേസിൽ ശശിധരൻ കർത്തയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ പൂർണ്ണമായും തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വാർത്തകൾ മാധ്യമ സൃഷ്ടിയെന്നും കുറേ കാലം തന്റെ പിറകെ മാധ്യമങ്ങൾ നടക്കുകയല്ലേ എന്നും പിണറായി വിജയൻ ചോദിച്ചു. ആരാ പുറത്ത് വിട്ടിരിക്കുന്നു? ആരാ പുറത്ത് വിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചറെ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നെന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാകൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ച് നാൾ നോക്ക്, എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്. ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ ADGP P. വിജയന് ക്ലീൻ ചിറ്റ് നൽകി സർക്കാർ. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന മുൻ ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് സർക്കാർ തള്ളി. നിർത്തിവച്ചിരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി തുടരാമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഉത്തരവിറക്കി. ശബരിമല ശുചിത്വ പരിപാലനത്തിനായി 2011 പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. P. വിജയൻ ശബരിമലയിൽ ചുമതലയിലായിരുന്നപ്പോഴാണ് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ ഈ പദ്ധതിയിൽ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം ഉയർന്നപ്പോൾ അന്ന് ക്രമസമാധാനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറാണ് അന്വേഷണം നടത്തിയത്. P. വിജയനെ പ്രതിക്കൂട്ടിലാക്കിയാണ് അന്ന് MR അജിത് കുമാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടെ പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും പദ്ധതിയിൽ അഴിമതിയോ ക്രമക്കേടോ നടന്നിട്ടില്ലെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയാണ് P. വിജയന് സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. പുണ്യം പൂങ്കാവനം പദ്ധതി തുടരാനും ഉത്തരവായിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സാധാരണ നിലവിട്ടുള്ള ചില നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. സർക്കാർ സ്വീകരിച്ച നടപടിയിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്നും ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സാധാരണ നില വിട്ടുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. എൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന പരിചയത്തിൽ പറഞ്ഞാൽ സാധാരണ നില വിട്ടിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അതിൽ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാനതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ്. പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ? അജിത് കുമാറിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്നല്ല, ഗവൺമെൻറ് നിശ്ചയിച്ച നടപടികളുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് ചിലരെല്ലാം വലിയ താല്പര്യത്തോടെ അതിനെ പിന്താങ്ങാൻ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ആ നിലയല്ല എനിക്ക് ആ കാര്യത്തിലുള്ളത്. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തന്ത്രിയായി കണ്ഠരര് ബ്രഹ്മദത്തനെ നിയമിച്ച് ദേവസ്വം ബോർഡ്. ഇക്കാര്യം തിങ്കളാഴ്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കും. ചിങ്ങം 1 മുതൽ 1 വർഷക്കാലം ബ്രഹ്മദത്തനാണ് ശബരിമലയുടെ താന്ത്രിക ചുമതല. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് കണ്ഠരര് ബ്രഹ്മദത്തനെ തന്ത്രിയായി നിയമിച്ചത്. അനാരോഗ്യം കാരണം മകൻ ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ഠരര് രാജീവര് ബോർഡിന് കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. 3 അംഗ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമാണ് തന്ത്രിസ്ഥാനം നൽകുന്നതിൽ തീരുമാനമെടുത്തത്. ചിങ്ങമാസ പുലരി മുതൽ അടുത്ത കർക്കിടക അവസാനം വരെ ബ്രഹ്മദത്തനാകും ശബരിമല തന്ത്രിയെന്ന് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. താഴമൺ കുടുംബത്തിലെ കണ്ഠരര് ബ്രഹ്മദത്തനെ തന്ത്രിയായി നിയമിക്കാൻ ഇന്ന് ബോർഡ് തീരുമാനിച്ചു. അതിൻ്റെ തലേദിവസം ഞങ്ങൾ ചില പ്രമുഖരായിട്ടുള്ള തന്ത്രിമാരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതിനു മുമ്പ് അവിടെ തന്ത്രിയായിട്ട് അച്ഛൻ്റെ കൂടെ ആണെങ്കിലും വന്നിട്ടുണ്ട്. സ്വതന്ത്രമായിട്ട് 1-2 മാസങ്ങളിൽ വന്നിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിനെ നിയമിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല.
അങ്ങനെയാണ് തീരുമാനമെടുത്തത്. തിങ്കളാഴ്ച കോടതി അറിയിക്കണമെന്നാണ് അറിയിക്കും. അതുകൊണ്ടാണ് ഇന്ന് ബോർഡ് കൂടിയത്. ഈ മണ്ഡലകാലം മുതൽ ശബരിമലയിൽ സമർപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ ഒരു സ്റ്റോറിൽ എത്തിയ ശേഷമാകും അതത് ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്യുകയെന്നും ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പരിശുദ്ധി ഉറപ്പുവരുത്തുമെന്നും പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. ശബരിമലയിലെ ഈ പൂജാ സാധനങ്ങൾ വാങ്ങുന്നതും സ്റ്റോർ കാര്യത്തിലൊക്കെ വലിയ ക്രമീകരണം വേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഒരു സാധനവും സ്റ്റോറിൽ എടുക്കാതെ അവിടെ പൂജയ്ക്ക് എടുക്കാനോ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ആ സ്റ്റോർ വളരെ ഭംഗിയായിട്ട് നമ്മൾ പുനഃസംവിധാനം ചെയ്യും. ഏത് ഭക്തൻ എന്ത് സാധനം കൊണ്ടു കൊടുത്താലും അഭിഷേകത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണെങ്കിലും സ്റ്റോറിലെടുത്ത് ഗുണനിലവാരവും കൂടെ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആ വിഗ്രഹത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പരമപവിത്രമായിട്ടും ഏറ്റവും ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നു ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി ഏറ്റവും മികച്ച ക്വാളിറ്റി, അതിന് എന്ത് വന്നാലും ശരി ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള സാധനങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അതിനുവേണ്ടി ഒരു പ്രത്യേക സ്റ്റോർ തീർച്ചയായിട്ടും നിലവിൽ വരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങളുടെ മുകളിലും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കും. തിങ്കളാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ കനത്ത മഴയിലും പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. മഴക്കെടുതിയിൽ ഇതുവരെ 61 മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 14 പേർക്ക് ജീവൻ നഷ്ടമായതായി അസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ദിബ്രുഗഡ്, ഹോജായ്, നാഗോൺ, വിശ്വനാഥ്, ജോഹട്ട് തുടങ്ങി 12 ജില്ലകളിലായി 7 ലക്ഷം ആളുകളെയാണ് പ്രളയം ബാധിച്ചത്. 856 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. 363 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3.15 ലക്ഷത്തിലധികം ആളുകളെ മാറ്റി താമസിപ്പിച്ചു. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവുമാണ് സ്ഥിതി ഗുരുതരമാക്കിയത്. സ്പെയിനിലെ മാഡ്രിഡിലും ഫ്രാൻസിലും കാട്ടുതീ പടരുന്നു. ഇരു രാജ്യങ്ങളിൽ നിന്നുമായി 1,40,000-ത്തിലധികം പേരെ ഒഴിപ്പിച്ചു. സ്പെയിനിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സ്പെയിൻ തലസ്ഥാനമായ മാഡ്രിഡിന് പടിഞ്ഞാറ് ഭാഗത്ത് 3 സ്ഥലങ്ങളുണ്ടായത് കാട്ടുതീ ഒരുമിച്ചപ്പോഴാണ് സ്ഥിതിഗതികൾ ഗുരുതരമാക്കിയത്. മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണിതെന്ന് മാഡ്രിഡ് റീജിയണൽ പ്രസിഡന്റ് ഇസബൽ ഡയസ് അയൂസോ പറഞ്ഞു. നിലവിൽ മാഡ്രിഡിൽ 6,000 ഹെക്ടറിലധികവും ആവലിയിൽ 9,000-ഓളം ഹെക്ടറും വനഭൂമി കത്തി നശിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ. അതേസമയം ഫ്രാൻസിലെ ജിറോണ്ടെ, ലാൻഡസ് മേഖലകളിൽ കാട്ടുതീ വൻ നാശനഷ്ടം വിതച്ചതിനെ തുടർന്ന് 1 ലക്ഷത്തിലധികം ആളുകളെയാണ് ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിനെ തുടർന്ന് തീ ബോർഗോഡോ നഗരം ലക്ഷ്യമാക്കി നീങ്ങുന്നതിനാൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രദേശങ്ങളിലെ ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഫ്രാൻസിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കാൻ പ്രസിഡന്റ് എമാനുവൽ മാക്രോൺ സൈന്യത്തിന്റെ സഹായം തേടി. KPCC അധ്യക്ഷനെ കണ്ടെത്തുന്നത് വൈകാൻ പാടില്ല എന്ന ആവശ്യം സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ ശക്തമാകുന്നു. യുവനിരയ്ക്ക് പ്രാമുഖ്യം നൽകണമെന്ന നിർദ്ദേശം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോൾ മാത്യു കൊൾനാടൻ, ഷാഫി പറമ്പിൽ എന്നീ പേരുകൾ സജീവമാണ്. അതേസമയം പാർട്ടിയെയും സർക്കാരിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള മുതിർന്ന നേതാക്കൾ എന്ന ആവശ്യം ചൂണ്ടിക്കാട്ടി ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പട്ടികയിൽ ഉണ്ട്. സർക്കാർ ഭരണത്തിലേറി 2 മാസം പിന്നിട്ടിട്ടും മുഴുവൻ സമയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാത്തതിൽ നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുകയാണ്. രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് മടങ്ങിവന്ന ശേഷം ഉടൻ ചർച്ചകളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. VD സതീശൻ ഡൽഹിയിൽ പോയപ്പോഴും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ ഇനിയും വൈകരുത് എന്ന നിലപാട് നേതാക്കൾ ആവർത്തിക്കുന്നു. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നേതൃത്വത്തെ ചലിപ്പിക്കാൻ യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. KC വേണുഗോപാൽ പക്ഷക്കാരനായ മാത്യു കുഴൽനാടിന്റെ പേര് പരിഗണനയിലാണ്. എന്നാൽ ഷാഫി പറമ്പിലും കൃത്യമായ ചരടുവലികൾ നടത്തുന്നുണ്ട്. അതേസമയം പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിവുള്ള മുതിർന്ന നേതാക്കൾ അധ്യക്ഷ സ്ഥാനത്ത് വരണമെന്ന് ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നു. A ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യമുയർത്തി ബെന്നി ബെഹനാന്റെ പേര് സജീവ പരിഗണനയിലാണ്. എന്നാൽ സംസ്ഥാന ഘടകത്തിന്റെ താൽപര്യത്തിനപ്പുറം സ്വന്തം നിലയിൽ ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ട് കൊടിക്കുന്നിൽ സുരേഷും ആവശ്യമുന്നയിക്കുന്നു. സാമുദായിക പരിഗണന മുൻനിർത്തി കൊടിക്കുന്നിലിനൊപ്പം അടൂർ പ്രകാശും മുൻപന്തിയിലുണ്ട്. ചെന്നിത്തല പക്ഷക്കാരനായ ജോസഫ് വാഴക്കനും I ഗ്രൂപ്പിൽ നിന്ന് VS ശിവകുമാറും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF ഏകോപന സമിതി ഈ മാസം 30-ന് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും. കോർപ്പറേഷൻ ബോർഡ് വിഭജന ചർച്ചകൾ ഉൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാകുമെന്ന് UDF കൺവീനർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും സൗകര്യം പരിഗണിച്ചാണ് ഈ തീയതി. ഘടകകക്ഷികൾക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശമുണ്ടെന്നും അതിനനുസരിച്ച് UDF തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി.
30/7/2026 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ക്ലിഫ് ഹൗസിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുന്നതാണ്. ഈ യോഗത്തിൽ വെച്ച് പല തീരുമാനങ്ങളും കൈക്കൊള്ളും. ആ തീരുമാനങ്ങൾ പലതും മറ്റ് മന്ത്രിമാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സംസ്ഥാനത്തെ രാസലഹരി വിമുക്തമാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി കൈകോർത്ത് കൊച്ചി അമൃത ആശുപത്രി. ലഹരി വിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് അമൃത ആശുപത്രി സംഘടിപ്പിച്ച പരിപാടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ലഹരി കേസുകളിൽ പിടിക്കപ്പെട്ട ചിലർക്കെതിരെ കാപ്പ ചുമത്താൻ ആലോചിക്കുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. യുവജനങ്ങളെ മയക്കുമരുന്നിന്റെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സമൂഹത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് കൊച്ചി അമൃതാശുപത്രിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിക്ക് തുടക്കമായത്. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പറയുന്നത് നമ്മുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. 2 things are much more important. ആരോഗ്യവും പരിശുദ്ധിയും. Sustain the health, sustain your purity. That is enough to become successful in your life. ഓപ്പറേഷൻ തൂഫാനിൽ കോൺസ്റ്റബിൾ മുതൽ DGP വരെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിനോടകം 7500-ലധികം ആളുകളെ ലഹരി കേസുകളിൽ അറസ്റ്റ് ചെയ്തു. പിടിയിലായവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കഴിഞ്ഞ 54 ദിവസമായി കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ കേരളത്തിലെ പോലീസ് സേനയെ അഭിനന്ദിക്കുന്നു. കോൺസ്റ്റബിൾ മുതൽ DGP വരെ വളരെ അന്തസ്സോടെ, ആത്മാഭിമാനത്തോടെ, പൂർണ്ണ മനസ്സോടെ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. ഒരു പരാതിക്കും ഇട കൊടുക്കാതെ കേരള പോലീസ് സത്യസന്ധമായ നിലയിൽ ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 7500-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു, 6500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു, ഏതാണ്ട് 70 കോടി രൂപയുടെ വിലപിടിപ്പുള്ള ഈ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. പലരുടെയും പേരിൽ ഞങ്ങൾ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പലരുടെയും സ്വത്തുക്കൾ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നു. ലഹരി മരണമാണെന്നും അതിൽ ജീവനില്ലെന്നും പരിപാടിയിൽ ആശംസ പ്രസംഗം നടത്തിയ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഡ്രഗ്സ് ഉപയോഗിച്ച് ആരും ജീവിച്ചിരുന്നിട്ടില്ല. അവര് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഡ്രഗ്സിന്റെ എഫക്റ്റിൽ കുറച്ചു കാലം ഇങ്ങനെ ജീവിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവാം. ദേ ആർ നോട്ട് ലിവിങ്. കാരണം ഡ്രഗ്സ് തുടങ്ങിയ ആരും നല്ല ഒരു മരണമല്ല അവർക്ക് കിട്ടുക. ദേ വിൽ ഹാവ് എ വെരി സ്ലോ ആൻഡ് എക്സ്ക്രൂഷിയേറ്റിംഗ് ഡെത്ത്, പെയിൻഫുൾ ഡെത്ത് ആണ്. ആദിവാസി മേഖലകളിലെ ആരോഗ്യ ബോധവൽക്കരണത്തിനും ചികിത്സാ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുമായി രൂപീകരിച്ച പ്രത്യേക പദ്ധതിയുടെ ഉദ്ഘാടനവും തൂഫാൻ പ്രതിജ്ഞയും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമല്ല സമൂഹത്തിന് ആകമാനം ദോഷകരമെന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. പരിപാടിയിൽ അമൃത സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ KP സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവഡ ചന്ദ്രശേഖർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. 24 ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ R ശ്രീകണ്ഠൻ നായർ തൂഫാൻ അമൃത ഹെൽത്ത് കെയർ വാരിയേഴ്സിനെ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യ വിശദീകരിച്ചു. എറണാകുളം MLA TJ വിനോദ്, സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ, പ്രൊഫസർ ഡോക്ടർ C ശ്രീകുമാർ, പ്രദീപ് അച്ചൻ, ഡോക്ടർ ജഗ്ഗുസ്വാമി, ഡോക്ടർ രഹന, ഡോക്ടർ രാമകൃഷ്ണൻ, ഡോക്ടർ DM വാസുദേവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അന്തിമ അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുതൽ തുറമുഖത്ത് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതോടെ വിഴിഞ്ഞം സമ്പൂർണ്ണ അന്താരാഷ്ട്ര വാണിജ്യ കവാടമായി മാറുകയാണ്.
വൻ കുതിച്ചുചാട്ടത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് വിഴിഞ്ഞം തുറമുഖ വികസനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം നടന്നിരുന്നത് കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. ഓഗസ്റ്റ് 18-ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഔദ്യോഗികമായി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാഴികക്കല്ലാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്, കോസ്റ്റൽ പോലീസ്, ഇമിഗ്രേഷൻ വിഭാഗം തുടങ്ങി വിവിധ ഏജൻസികളുടെ ഏകോപനത്തോടെയാകും പ്രവർത്തനങ്ങൾ. ഷിപ്പിംഗ് കമ്പനികളും ഏജന്റുമാരും ടെർമിനൽ ഓപ്പറേറ്റർമാരും ഇതിനായി രജിസ്റ്റർ ചെയ്യണം. തുറമുഖത്തിറക്കുന്ന ചരക്കുകൾ 48 മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോകണമെന്ന് കസ്റ്റംസിന്റെ നിർദ്ദേശമുണ്ട്. തുറമുഖ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളും വ്യക്തികളും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമായിരിക്കും. ചരക്കുകളുടെ കള്ളക്കടത്ത് തടയുന്നതിനായി കർശന നിരീക്ഷണം ഉണ്ടാകുമെന്നും കസ്റ്റംസ് അറിയിച്ചു. മിഷൻ സമുദ്രയുടെ ഭാഗമായി തുറമുഖ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയൊരു ശില്പശാലയും സർക്കാർ ഇതിന് പിന്നാലെ സംഘടിപ്പിക്കുന്നുണ്ട്. രാജ്യാന്തര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമ്പോൾ ഗതാഗത ചെലവ് കുറയുമെന്നും വിതരണ ശൃംഖല കൂടുതൽ ശക്തമാകുമെന്നുമാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ വടക്കാഞ്ചേരിയിൽ കാറിൽ കടത്തിയ കാട്ടുപന്നിയുടെ ജഡവുമായി മുപ്ലിയം സ്വദേശികൾ പിടിയിൽ. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് പ്രതികളെ വാഹനത്തെയും പോലീസ് തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുത്തത്. കോവിഡ് മഹാമാരി കാലത്ത് മാതാപിതാക്കളെ നഷ്ടമായ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ നടപ്പിലാക്കിയ ജോയ് ഓഫ് ഹോപ്പ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളുടെ സംഗമം തൃശൂരിൽ നടത്തി. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജോയ് ആലുക്കാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മജീഷ്യനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി. സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയതിനു ശേഷം SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 24 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. 2023 കളക്ടറായിരുന്ന കൃഷ്ണ തേജ IASന്റെ നേതൃത്വത്തിലാണ് ജോയ് ഓഫ് ഹോപ്പ് പദ്ധതി ആരംഭിച്ചത്. 2.5 കോടി രൂപയിലധികം ചെലവിട്ട പദ്ധതിയിലൂടെ 300-ലധികം വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് നേടി. ഗുണഭോക്താക്കളായ കുട്ടികളും രക്ഷിതാക്കളും അതിഥികളും ഉൾപ്പെടെ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. Let me welcome Catherine Rose EL. കൊടുക്കാം. അടുത്തതായി അഭിനന്ദ PA, അൻസിക KK. ജോയ് ഓഫ് ഹോപ്പ് എന്നുള്ള ഈ ഒരു കുട്ടികളെ പഠിപ്പിക്കുക, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുക. അന്ന് 300ഓളം കുട്ടികൾ ഇതിനു വേണ്ടി അർഹരായിട്ടുള്ളവരുണ്ടായിരുന്നു. അന്ന് മുതൽ 3 വർഷമായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയുള്ള ആ പൈസ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജോയ് ഓഫ് ഹോപ്പിൽ 300 അല്ലാതെ ഞങ്ങൾ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ എഡ്യൂക്കേഷന് കൊടുക്കുന്ന ആ പൈസ മൊത്തത്തിൽ അതിന് പേരിട്ടുള്ള ജോയ് ഓഫ് ഹോപ്പ് എന്നാണ്. അത് നേഴ്സിങ്ങിനായിട്ടും പലയിടത്തും പല സ്കോളർഷിപ്പായിട്ട് ചെയ്യുന്നുണ്ട്.